ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ അവർ ഖലീഫയായിരുന്ന സമയത്ത് ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കാന യഅദ്ദുഹു മിൻ അസ്ലഹിഹിം, സ്വഹാബികളിൽ താബിഈങ്ങളിൽ ഏറ്റവും പ്രഗൽഭനും നല്ല മനുഷ്യനുമാണെന്ന് ഉമർ തങ്ങൾ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ. പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എവിടെ ആ ചെറുപ്പക്കാരൻ? അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ ഉമർ തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന്. അപ്പോഴാണ് വിവരറിയുന്നത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത്? പള്ളിയിൽ നിന്ന്. സിനിമ കഴിഞ്ഞ് വരില്ല, പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നല്ല ചെറുപ്പക്കാരൻ. സിനിമയെ പേടിക്കണം മുഅ്മിനെ. ഇബ്ലീസ് ഭയങ്കര സ്മാർട്ടാണ്, നമ്മളെക്കാൾ സ്മാർട്ടാണ് ഇബ്ലീസ്, ഇത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ തടി അങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാന്റെ ജന്നത്തുൽ ഫിർദൗസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത്. അത് നഷ്ടപ്പെടണം എന്നാ ഇബ്ലീസിന്റെ ഉദ്ദേശം. അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് ചെയ്യ് പിന്നാലെ കൂടി നടക്കുക, നീ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാവൽ തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, നമ്മുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഫഅറളത് ലഹു ഇംറഅ, ഒരു പെണ്ണ് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലാമ ഇബ്നുൽ ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തി ദമ്മുൽ ഹവായിൽ രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം. എന്ത് പറഞ്ഞു? തോന്നിവാസത്തിലേക്ക് വിളിച്ചു, വിചാരത്തിലേക്ക് വിളിച്ചു. ഇവൻ പറഞ്ഞു, ഞാനില്ല. അവള് പറഞ്ഞു, ഞാൻ വിടില്ല. ഇവന്റെ പിന്നാലെ കൂടി പിശാചും കൂടെ കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റയ്ക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ ഓർമ്മ വന്നു. ഇവിടെ ബോധം കെട്ടു വീണു. ഒരൊറ്റ ഓർമ്മയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. എന്തൊരു അത്ഭുതമുള്ള ആയത്താണിത്. ആയത്തിനർത്ഥം ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആർക്ക്? മുത്തഖീങ്ങൾക്ക്. യാ അല്ലാഹ്, മുത്തഖീങ്ങൾക്കും വരാം. നല്ല പടച്ചോനെ പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ, അവർക്കും വരാം ഈ അപകടങ്ങൾ. മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം, എപ്പോഴെങ്കിലും സംഭവിക്കാം. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, അങ്ങനെ മുത്തഖീങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ വന്നാൽ, തിന്മയുടെ ചിന്തകൾ വന്നാൽ, തദക്കറൂ, അവരന്നേരം ഓർക്കുന്നവരാണ്, അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും. ഫഇദാഹും മുബ്സിറൂൻ, അല്ലാഹ് ഞാൻ എന്താ റബ്ബേ ചെയ്യാൻ പോയി, എന്താണ് പടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത്, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. ഫഇദാഹും മുബ്സിറൂൻ, ഉടനെ തന്നെ അവർക്ക് കണ്ണു തുറക്കും. അങ്ങനത്തെവരാ മുത്തഖീങ്ങൾ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും പിശാചിന്റെ ബാധ വരുമ്പോഴേക്കും. ഈ ചെറുപ്പക്കാരന് ആ ഓർമ്മ വന്നു, ഈ ചെറുപ്പക്കാരന് ബോധം വന്നു. അപ്പോ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു. അള്ളാഹിനെ പറ്റി ഓർമ്മ വന്നു, തിന്മയിലേക്ക് പോവുക. ബോധം പോയപ്പോ ഈ പെണ്ണും തന്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങിപ്പിടിച്ചിട്ട് ഇയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി. അപ്പൊ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ്. മോൻ എവിടെ പോയി? മക്കൾ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ലേറ്റ് ആവരുത്. അതാണ്, അതൊക്കെ ലേറ്റ് ആവുന്ന പിശാചാണ്. തോന്നിയ നേരത്ത് വീട്ടിൽ കയറി വരിക, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് വല്യാപ്പനെ കാത്തിരിക്കുക. അപ്പൊ ഈ വല്യാപ്പ മോനെ ഇവര് താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാ. എന്റെ കുട്ടികൾ എന്റെ കുട്ടിക്ക് പറ്റിയത് അറിയില്ല, അവിടെ ബോധം കെട്ട് വീണ് കണ്ടെന്ന് ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. എവിടെ? ഇവര് പഴപ്പിക്കാൻ കൊണ്ടുപോയതാ. മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, വാപ്പാ, ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ അമീറുൽ മുഅ്മിനീനോടൊന്ന് ചോദിക്കണം, എന്താണ് മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമീറുൽ മുഅ്മിനീനോട്.
മോനോട് പറഞ്ഞു, മോനെ കഥ പറയിൻ, എന്താ മോനെ പറ്റിയത്? വാപ്പ എന്നോട് ചോദിക്കല്ലിൻ, മോൻ പറ, മോൻ എന്ത് പറ്റി? കഥ പറഞ്ഞു കൊടുത്തു. വാപ്പ ഇത് കേട്ടിട്ട് മോന്റെ റിക്വസ്റ്റ് അമീറുൽ മുഅ്മിനീനെ അറിയിക്കാൻ പോയപ്പോഴേക്കും മരണത്തിന്റെ വേദന വന്നു. ഉടനെ തന്നെ മരിച്ചു പോകുന്നു ഈ ചെറുപ്പക്കാരൻ. വല്യാപ്പ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക്. അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ കഥ കേട്ടിട്ട് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഖബറിലേക്ക് വെച്ച് ഉമർ ഫാറൂഖ് തങ്ങളും സ്വഹാബികളും ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. എനിക്കെന്താണ് അള്ളാഹിനെ ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂ ഉപ്പാ. ഉമർ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ, ചെയ്യാത്ത പെൺകുട്ടി, തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ എൻ്റെ സഹോദര, നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ? ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരും അസ്ഹാബും കേൾക്കുന്നത്, ബലാ ഖദ് വജത്തുഹുമാ. അമീറുൽ മുഅ്മിനീൻ, ആ രണ്ട് സ്വർഗം എനിക്കെന്റെ റബ്ബ് നൽകിക്കഴിഞ്ഞു. മരണത്തിന് ശേഷം, മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ കിതാബുൽ മഖാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു. സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത്. കിട്ടി, എനിക്ക് രണ്ടും അല്ലാഹു തന്നു, രണ്ട് സ്വർഗം തന്നിരിക്കുന്നു, അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടവരാ, നന്നായി